പ്രഭാകരൻ സാർ, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ മന്ത്രിസഭയിലുള്ളവർ, അതുപോലെ സെനറ്റർമാർ, അതുപോലെ അവിടുത്തെ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ ഇവരൊക്കെ വാക്കുകൾ മൂർച്ച കൂട്ടി പലതും വിളിച്ച് പറയുന്നുണ്ട്, മാത്രമല്ല വെല്ലുവിളിക്കുന്നുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഭയക്കുന്നുണ്ടാവില്ലേ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തെ? ഇന്ത്യയുടെ പ്രത്യാക്രമണത്തെയും മാത്രമല്ല, ഇന്ത്യ എന്താണ് അതിന് ചെയ്യാൻ പോകുന്നത്, പാകിസ്ഥാൻ തന്നെ ഒരു വലിയൊരു അബദ്ധം ചെയ്ത മാതിരി ഒരു തോന്നൽ വന്നിട്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ അവിടെ കാണുന്നുമുണ്ട്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം നമ്മളെ പോലുള്ളവർക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും അവർ അതിർത്തി വിട്ട് പിന്നോട്ട് പോകുന്ന സംഗതി, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. അത് നമ്മൾക്ക് കുറച്ച് വിദ്യാഭ്യാസം, കുറച്ച് പരിചയമൊക്കെ ഉള്ള വ്യക്തികൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മളെ ഭയക്കുന്നുണ്ട്. ഒന്നാമത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാന് അന്നും ഇന്നും ഇന്ത്യയെ എതിർക്കുവാൻ സാധ്യമല്ല, നേരിട്ട് വന്ന് ആക്രമിക്കുവാൻ സാധ്യമല്ല എന്നുള്ള കാര്യം വളരെ തീർച്ചയാണ്. അതുകൊണ്ടാണ് അവർ ഈ ഭീകരവാദത്തിലേക്ക് പോയത് തന്നെ. അതുകൊണ്ട് തന്നെ ഭീകരവാദം നമുക്ക് അടിച്ചമർത്താൻ കൂടുതൽ വിഷമമായിരിക്കും. കാരണം അവർക്ക് അതേ അറിയുള്ളൂ, അത് നല്ലപോലെ അറിയുകയും ചെയ്യാം. യുദ്ധം ചെയ്യാൻ അവരെ കൊണ്ട് അങ്ങനെ ആവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പലതും കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾക്ക് പാകിസ്ഥാനെ യുദ്ധ രീതിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ നമ്മൾക്ക് പലതരം ബുദ്ധിമുട്ടുകൾ വരുത്താൻ അവർക്ക് സാധിക്കും. അത് തന്നെയാണ് ഭൂട്ടോവും ചെയ്തിട്ടുള്ളത്. ഷിംല എഗ്രിമെന്റ് എന്ന് പറയുന്ന ആ എഗ്രിമെന്റ് പിറ്റേ ദിവസമാണ് അവർ അതിനെ അനുസരിക്കാതെ ഇരുന്നിട്ടുള്ളത്. കാർഗിൽ വാറിലും അവർ പലതും ചെയ്തു കഴിഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് ഒന്നും സാധ്യമല്ല. അവിടെ ആരാണ് അധികാരത്തിലുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 4 or 5 ശക്തികൾ അവിടെ അധികാരത്തിൽ ഉണ്ട്. ആരെയാണ് നിയന്ത്രിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് തന്നെ ISIയുടെ നേതാവിന്, ISIയുടെ തലപ്പത്തിരിക്കുന്ന ലഫ്റ്റനന്റ് ജനറലിനെ പിടിച്ചിട്ട് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പൊസിഷനും ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന്റെ പൊസിഷൻ തമ്മിൽ കമ്പാരിസൺ വരും. അവിടെയും വിഷമങ്ങൾ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന്റെ ജൂനിയർ ആയിരിക്കാം. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ അവർ കൊണ്ടുപോകുക എന്നുള്ളതാണ് അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ തീർച്ചയായിട്ടും ഭീതി വരും. ആ ഭീതി നമ്മൾ മുതലെടുക്കണം. അത് നമുക്ക് എങ്ങനെയാണ് മുതലെടുക്കാൻ സാധിക്കുക എന്ന് എനിക്ക് അറിയില്ല. അതിന് നമുക്ക് തന്നെ ഒരുപാട്, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി നമ്മുടെ ഗവൺമെന്റ്, ഇപ്പോഴുള്ള ഗവൺമെന്റിന് തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അത് മാത്രമല്ല, ഇന്ത്യ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് അത് ഒരാളുടെയും, ഇന്ത്യക്ക് അകത്തുള്ളവരുടെയും കൂടെ സമ്മതത്തിന് വഴങ്ങിയായിരിക്കില്ല. അത് വളരെ ബുദ്ധിപൂർവമായിട്ടും വളരെ ശ്രദ്ധിച്ചിട്ടുമാണ് ഇന്ത്യ ഇതിനുള്ള തീരുമാനം എടുക്കുക എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണ് തോന്നുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ കുറെ കാലം നീണ്ടുപോകുന്ന ഒരു സംഗതിയായിട്ട് മാറും. ഈ നീണ്ടുപോകൽ നമുക്ക് ആവശ്യമാണ്. കാരണം കാശ്മീർ എന്ന് പറയുന്ന ആ സംസ്ഥാനം 100ഓളം വർഷങ്ങളായിട്ട് ഇതേ ലെവലിലാണ് ഉള്ളത്. മെല്ലെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പോയിക്കൊണ്ടിരിക്കും എന്ന് എനിക്ക് തോന്നും. കാരണം അങ്ങനത്തെ ഒരു സമയത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. 21ാം നൂറ്റാണ്ടെന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ അവിടെ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇതിന് ഒരു അവസാനം കൊണ്ടുവരാൻ സാധിക്കും. അതിലേക്കുള്ള നമ്മുടെ പോക്കിനെയാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നു.